മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന് കണ്ണീരോടെ വിട. പടമലയിലെ സെന്റ് അൽഫോൺസ് ചർച്ചിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. വയനാട്ടിലെ വന്യമൃഗശല്യം തടയുന്നതിൽ സർക്കാരുകൾ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റന്നാൾ ഫാർമേഴ്സ് റിലീഫ് ഫോറം ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. മരണവിവരം അറിഞ്ഞെത്തുന്നവരുടെ ഹൃദയവേദനയാൽ വികാരനിർഭരമായിരുന്നു ചാലികത പടമലയിലെ അജീഷിന്റെ വസതി. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച പൊതുദർശനം വൈകുന്നേരം 3 മണിവരെ നീണ്ടു. തുടർന്ന് വീട്ടിൽ നടന്ന മതപരമായ ചടങ്ങുകൾക്ക് ശേഷം പടമലയിലെ സെയിന്റ് അൽഫോൺസ ചർച്ചിലേക്ക് വിലാപയാത്ര. മാനന്തവാടി ബിഷപ്പ് ജോസ് പെരുന്നോടത്തിന്റെ നേതൃത്വത്തിൽ മൃതശുശ്രൂഷ ചടങ്ങുകൾ. ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങി മൃഗങ്ങളുടെ മാത്രം സംരക്ഷകരാകുന്നതിൽ ചില അപാകതകളുണ്ടെന്ന് മാനന്തവാടി ബിഷപ്പും വിമർശിച്ചു. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യം ന്യായമല്ലേ? ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങി അവർക്ക് പകരം നിങ്ങൾ മൃഗങ്ങളുടെ മാത്രം സംരക്ഷകരാകുന്നതിൽ ഞങ്ങൾ ചില അപാകതകൾ കാണുന്നുണ്ട്. വൈകിട്ട് 5 മണിയോടെ സെയിന്റ് അൽഫോൺസ പള്ളിയിലെ കുടുംബക്കല്ലറയിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് നാടിന്റെ പ്രിയപ്പെട്ടവന് അന്ത്യവിശ്രമമൊരുക്കി. 24 വയനാട്.